12 പാനൽ കുർത്തിയുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നു. നിങ്ങൾക്ക് വേണ്ടി വേണ്ടേ തയ്ച്ചു നോക്കിക്കോ, ഇഷ്ടപ്പെട്ടോ നോക്കൂ. ഹായ് ഡിയേഴ്സ്, സാലി റോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു 12 പാനൽ ഒരു കുർത്തി എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇതാ മെറ്റീരിയൽ കണ്ടോ, ഒരു വശം പ്ലെയിനാണ്, ഒരു വശത്തെ ഒരു പ്രത്യേകതരം പ്രിൻ്റാണ്. ഇതൊരു ഈ ലിനൻ തുണിയില്ലേ, ഏതാണ്ട് അതിൻ്റെ ഒരു സ്റ്റൈലിലുള്ളതാണേ. നമ്മൾ 3 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണേ, 3 മീറ്റർ തുണി വേണം. പിന്നെ വീതി എന്തേലും കൂടുതൽ കിട്ടാവോ അത്രയും നമുക്ക് ഞുറിവ് ഫ്ലെയർ നമുക്ക് കൂടുതൽ കിട്ടും. ഇത് ഏതാണ്ട് 22 ഇഞ്ചിൽ 44 ഇഞ്ച് തുണിയായത്. നമുക്കിതിനെ ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോണേ. കാണുന്നുണ്ടല്ലോ, മൊത്തം തുണിയെ 2ആയിട്ട് മടക്കി നമ്മൾ തിരിച്ച് വീതി പാട് വീണ്ടും 2ആയിട്ട് മടക്കുക. അങ്ങനെ കൃത്യം കണ്ടോ, 4 പീസായിട്ട് നമ്മളിതിനെ വൃത്തിയായിട്ട് ഞാൻ നിങ്ങളെ ഫുള്ള് കാണിക്കുകയാണേ, ശ്രദ്ധിച്ചിരുന്നോണം. മുഴുവനും നമ്മൾ അങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര നീളം വേണം, നമ്മുടെ ചുരിദാറിന് എത്ര നീളം വേണം, നമ്മൾ സാധാരണ എടുക്കുന്ന എത്രയാണോ അതിനേക്കാൾ ഒരു സ്വല്പം കൂട്ടിയെടുക്കണേ. കാരണം ഇത് തയ്ച്ചൊക്കെ വന്നു കഴിയുമ്പോൾ അടിഭാഗം ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കും. അതുകൊണ്ട് നമുക്കൊരു സാധാരണ നിങ്ങൾ എടുക്കുന്നതിനേക്കാൾ ഒരു 1.5 ഇഞ്ച് കൂടുതൽ, മിനിമം 1.5 ഇഞ്ച് കൂടുതൽ എടുക്കണം. എനിക്ക് റെഡി ലെങ്ത് തയ്ച്ച് കഴിഞ്ഞ് 47 വേണം. അപ്പം ഞാനൊരു 49 വരെയും ഇറക്കം എടുക്കുക. ഇറക്കം 49 വരെ. അതിന് മുമ്പ് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, തുണി നീളത്തിൽ 2ആയിട്ട് മടക്കി വീതിയിൽ വീണ്ടും മടക്കി. കണ്ടോ, 1 2 3 4. എന്നിട്ട് നമ്മൾ ഇറക്കം നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെ ഇറക്കം നിങ്ങൾ കണ്ടെത്തുക. അതിനേക്കാൾ ഒരു 2 ഇഞ്ച് കൂടെ, ഏറ്റവും കുറഞ്ഞത് 2-2.5 ഇഞ്ച് കൂടുതലെടുക്കുക. കണ്ടോ, ഞാൻ 48-49 ഞാൻ എടുത്തിട്ടുണ്ടേ. എന്നിട്ട് നമ്മൾ അവിടെ ഒരു അടയാളം കൊടുക്കട്ടെ. ഇവിടെയും കൂടെ നമുക്ക് അതേ അടയാളം ഒന്ന് അളന്നെടുക്കാം. ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ട് അത് ഞാൻ ഈ സ്കെയിൽ വെച്ചൊന്ന് വരയ്ക്കട്ടെ. എന്നോട് ആരാണ്ട് ഇന്ന് പറഞ്ഞു, നമ്മൾ ഇനിയും ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇങ്ങനെയാണ് നമ്മൾ ഈ 12 പാനലിൻ്റെ അളവ് കാണുന്നത്. നമ്മുടെ ബസ്റ്റ് റൗണ്ട് ശ്രദ്ധിക്കണേ, ബസ്റ്റ് റൗണ്ട് കാണണം ഓരോരുത്തരുടെയും. എനിക്കത് 40. അതിൻ്റെ കൂടെ 3 ഇഞ്ച് ഞാൻ കൂട്ടുന്നു. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 43 ഇഞ്ച് കിട്ടി. ഈ 43 ഇഞ്ചിനെ നമുക്ക് എത്ര പാനലാണ് തയ്ക്കേണ്ടത്? 12 പാനലല്ലേ. അതുകൊണ്ട് ആ 12 കൊണ്ട് 43 ഇഞ്ചിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഭാഗം 12. എനിക്ക് എത്ര കിട്ടി? 3.5833 എന്ന് കിട്ടി. അതിലെ ആ 3.58 അവിടെ കിടന്നോട്ടെ. 3.58 എടുത്ത് നമ്മൾ, അല്ലേ വേണ്ട, ഈക്വൽ ടു എന്നുള്ള നമ്മൾ എത്ര ഉണ്ടോ അത്ര എടുത്തു. അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടേ. തയ്യൽ തുമ്പിനായിട്ട് ഞാനൊരു 0.5 ഇഞ്ചും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? 0.5 കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് എത്ര കിട്ടി? 4.08. 4.08നെ നമുക്ക് 4 ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലേ? അതുകൊണ്ട് എനിക്ക് വേണ്ട 12 പാനലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ച് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവിടെ ഫ്രണ്ടിൽ മുകളിൽ നിന്ന് കറക്റ്റ് 4 ഇഞ്ച്, പിന്നെ കൂട്ടരുത്, 4 ഇഞ്ച് അടയാളപ്പെടുത്തി 15 ഇഞ്ച് വരെയും നമ്മൾ എത്ര അടയാളപ്പെടുത്തണം? 4 ഇഞ്ച് അടയാളപ്പെടുത്തണം. അതാണ് ഞാൻ ഈ നീല വരച്ചിട്ടേക്കുന്നത്. അവിടുന്ന് താഴേക്ക് നമ്മൾ ആകെയുള്ള വീതിയെ 3 ആയിട്ട് അടിയിൽ കാണുന്നു. ആകെയുള്ള വീതി എനിക്ക് 22 ഇഞ്ചാണ്. അതിനെ 3 ആയിട്ട് വീതിക്കുമ്പോൾ ഏതാണ്ട് 7 ഒരു സ്വല്പം കൂടെ കിട്ടും. അതാണ് ഞാൻ ഈ താഴെ അടയാളപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ആ 15 ഇഞ്ച് വരെ ഒരു എ ലൈൻ പോലെ തന്നെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അതായത് ചെരിച്ച് വരയ്ക്കും. ഒരു വശം എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കും, മറുവശം ചെരിഞ്ഞിരിക്കും. കണ്ടോ, ഇപ്പം ഞാൻ ഈ കട്ട് ചെയ്ത് അവിടെ 15 ഇഞ്ച് വരെ എത്ര എടുക്കണം? മുമ്പ് ഞാൻ കണ്ട 4 ഇഞ്ച് എനിക്ക് മതി. അത് ഓരോരുത്തരുടെയും ബസ്റ്റ് റൗണ്ടിനെ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. 45 ഉള്ളവർക്ക് വീണ്ടും കൂടുതലായിരിക്കും, 40 കുറവുള്ളവർക്ക് അതിൽ കുറവായിരിക്കും. ഇനി ഈ ആദ്യമേ തന്നെ ഞാൻ ഈ പീസിനെ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. എങ്കിലല്ലേ എനിക്ക് 4 പീസ് ഇതിൽ നിന്ന് കിട്ടത്തുള്ളൂ.
മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ സെൻട്രൽ പോർഷനും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. എൻ്റെ കത്രികയുടെ മൂർച്ച പോയി. ഇവരിത് എൻ്റെ പ്ലാസ്റ്റിക് ഉണ്ട് കണ്ടിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. കണ്ടില്ലേ, വൃത്തിയായിട്ടല്ല വരുന്നത്. മനസ്സിലായല്ലോ. അങ്ങനെ നമുക്ക് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ എനിക്ക് എത്ര പീസുണ്ട്? 4 പീസുണ്ട്. കണ്ടല്ലോ. ഈ 4 പീസിനെ നമുക്കെടുത്തിട്ട് അടുത്ത ഭാഗത്തേക്ക് ഞാൻ തിരിച്ചാണ് വെക്കുന്നത്. നോക്കിക്കോണേ. നമുക്ക് വേണമെങ്കിൽ അളന്നളന്നെടുക്കാം. അതിൽ ഏറ്റവും എളുപ്പമാർഗ്ഗം ഇങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വെക്കുന്ന. ഞാനെന്നെ നോക്കുന്നില്ല, സൈഡ് ഭാഗം കട്ട് ചെയ്തപ്പം ഇങ്ങനെ വൃത്തിയായിട്ടല്ല, അറിഞ്ഞ് വന്നേക്കുന്ന പോലെ ഇരിക്കുന്നു. ഇനി ഞാനതിനെ എങ്ങനെ വെക്കും നിങ്ങൾ നോക്കിക്കേ. മുമ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തു നേരെ തിരിച്ച് ആ തലഭാഗം ഇങ്ങോട്ട് തിരിച്ച് വെക്കാം. നമുക്ക് ഇങ്ങനെയല്ല, നേരെ തിരിച്ച്. അപ്പോഴല്ലേ അടിയിൽ വിട്ട് കൂടുതൽ കിട്ടുന്നേ. മാക്സിമം വിട്ട് നമുക്ക് കിട്ടണ്ടേ, അതിന് വേണ്ടിയാണേ നമ്മളിങ്ങനെ വെക്കുന്നു. ഈ എൻഡിലോട്ട് ഈ ചെരിഞ്ഞ വശം വെച്ചിട്ട് ബാക്കി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കുന്നു. കണ്ടോ, കൊതഞ്ഞിരിക്കുന്ന കണ്ടോ വെട്ടിയേക്കുന്ന ഭാഗം. നമ്മളിത് കൃത്യമായിട്ട് മാക്സിമം തുണി കളയാത്ത രീതിയിൽ മേൽഭാഗം ഒരുപോലെ വെച്ച് ചെയ്യുന്നു. വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചു, കോട്ടൺ ആയതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്. എന്നിട്ട് നമ്മളിതിനെ ഒന്ന് വരച്ചെടുക്കുക. ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗവും മറ്റേത് വളഞ്ഞ ഭാഗവുമാണ്. അത് പ്രത്യേകം നിങ്ങൾ ഓർക്കണേ. ഒന്നുകൂടെ പറയാം, 4 ഇഞ്ചാണ് വീതി. അതെത്ര നീളത്തിലെടുക്കണം? 15 ഇഞ്ച് വരെയും. അത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ 15 ഇഞ്ച് വരെയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം കണ്ടോ, ഞാൻ രണ്ടാമത്തേതും വരച്ചു. ഇനി മൂന്നാമത്തെ പീസ് വെട്ടാൻ ഞാൻ എന്നാ ചെയ്യുന്നു നോക്കിയാൽ നേരെ തിരിച്ചു വെച്ചു, ആദ്യം ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഇത് വേണം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിങ്ങോട്ട് നീക്കി വെക്കാം. ഇങ്ങോട്ട് നീക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ ഫ്ലെയർ കൂടുതൽ കിട്ടുന്ന പോലെ ചെയ്യാം, അല്ലേ? ഇങ്ങനല്ല, ഇങ്ങോട്ട് നീക്കി വെക്കാവേ. ഈ സൈഡിലോട്ട് നീക്കി വെക്കുക. കണ്ടോ, ഈ തേര് വശത്തോട്ട് അല്ലെങ്കിൽ കരയുടെ വശത്തോട്ട് ഞാൻ മാക്സിമം നീക്കി വെച്ചു. പിടി കിട്ടിയല്ലോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് വെട്ടുമ്പോഴുണ്ടല്ലോ, ഇവിടെ ഈ 4 ഇഞ്ച് 15 വരെ അടയാളപ്പെടുത്തിയിട്ട് ബാക്കി കണ്ടോ, ഞാൻ ഇച്ചിരി കൂടുതൽ എടുക്കുന്നത് കണ്ടോ. അത് മാക്സിമം നമുക്ക് എന്തേരം തുണിയുണ്ടോ അത്രയും നീളത്തിലെടുക്കാം കേട്ടോ. നീളത്തിലല്ല, ഇച്ചിരി ഈ അടിയിലത്തെ ഫ്ലെയർ കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇനി എന്നാ ചെയ്യുന്നറിയാവോ, നമ്മൾ രണ്ടാമത് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മളെ. ഞാൻ ആദ്യത്തെ വെട്ടിപ്പോൾ അവിടെ എനിക്ക് കത്രികയ്ക്കൊരു മൂർച്ചയില്ലാത്തതുപോലെയോ എന്തോ പോലെ തോന്നി. തുണിക്ക് നല്ല കട്ടിയുണ്ട്. 4 പീസ് വന്നപ്പം നല്ല കട്ടിയുള്ള സൈസ് തുണി, ഒരു പ്രത്യേകതരം തുണിയായത്. ഇതിൻ്റെ മറുവശം കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ കണ്ടു കാണുമല്ലോ, സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ, ചുരിദാർ എടുക്കുന്ന പോലെ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പീസ് പോലും കൈക്ക് കിട്ടത്തില്ല നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ 3 മീറ്റർ തുണി എടുക്കുന്നത്. ഇപ്പം 2 പീസ് നമ്മൾ വെട്ടിക്കഴിഞ്ഞു. മൂന്നാമത്തേതും വെട്ടിക്കഴിഞ്ഞേ. ഇനി എങ്ങനെയാണ് ഇത് അടുക്കുന്നത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ 4 എണ്ണത്തിൽ 2 പീസിനെ നമ്മളിങ്ങനെ ചേർത്ത് വെക്കുക. എപ്പോഴും നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം രണ്ടും കൂടാണ് ആദ്യം നടുക്ക് വരേണ്ടത്. ഏതിൽ 2 പീസ് നമ്മൾ എടുക്കുന്നു അതിൽ സ്ട്രെയിറ്റ് ആയ 2 ഭാഗവും വേണം നമുക്ക് ഒന്നിച്ച് വരാനായിട്ട്. അത് നമുക്കങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ല. കാരണം പ്രത്യേകിച്ചും ഈ പ്രിൻ്റുള്ള തുണി പൂക്കൾ മേളിലോട്ടും താഴോട്ടും ഇരിക്കുന്നതാണെങ്കിൽ നല്ലതുപോലെ ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ ചെയ്താൽ ഇച്ചിരി പണി നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാവേ. അപ്പോൾ നമ്മൾ ഈ 4 എണ്ണത്തിൽ 2 എണ്ണമേ ആദ്യം എടുക്കാവൂ. അടുത്ത 4 എണ്ണത്തിലെ 2 എണ്ണം ഞാൻ എടുക്കണം. അപ്പോൾ തന്നെ 2 എണ്ണം അങ്ങ് മാറ്റി വെച്ചോണം. എന്നിട്ട് നോക്കി, ഇത് ചെരിഞ്ഞ വശമല്ലേ, വളഞ്ഞ വശം. വളഞ്ഞ വശത്തിൻ്റെ ഏത് വരണം? സ്ട്രെയിറ്റ് ആയ ഭാഗമേ വരാവൂ. കണ്ടോ? നിങ്ങൾ നോക്കണേ. വലിപ്പ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം പോലെ തോന്നിയേക്കാം. ഇപ്പോൾ എത്ര എണ്ണമായി? 1 2 3 4 ഇനി നമ്മൾ അവസാനം വെട്ടിയതില്ലേ, അതിനകത്തുനിന്ന് 2 എണ്ണം എടുക്കാം. കാരണം അതിന് ഫ്ലെയർ ഇച്ചിരി കൂടുതലാണ് വെട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ 2 എണ്ണവും ഇവിടെ വരേണ്ടതാണ്, 2 എണ്ണം ബാക്കിലും വരേണ്ടതാണ്. ഇതാ നമ്മൾ ലാസ്റ്റ് വെട്ടിയത്. അതിനകത്തുനിന്നും 2 എണ്ണം എടുക്കുന്നു. 2 എണ്ണത്തിനെ ഈ സൈഡിലേക്ക് വെക്കുന്നു.
ഇത് ഇച്ചിരി കണ്ടാൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ ആ വളഞ്ഞ വശത്തോട്ട് ഏത് വരണം? സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശം വരണം. ഇതാ വരണ്ടേ, കണ്ടോ? സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശം വളഞ്ഞ വശത്തോട്ട് വന്നു. അപ്പം മറ്റേ കൂടെ ഇരിക്കുന്ന അടുത്ത് തന്നെ എവിടെ വെക്കണം? ഈ സൈഡിൽ വെക്കണം. അപ്പോൾ അവിടെ ഞാൻ വെക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നിട്ട് ഞാൻ കൃത്യമായിട്ട് ഇവിടുന്ന് തന്നെ ഇത് ഇങ്ങനെ തന്നെ അടുക്കുക. 1 2 3 4 5 6. എന്തിനടുക്കുന്ന അറിയാവോ? തയ്ക്കാൻ നേരത്ത് നമുക്ക് സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണേ കൃത്യമായിട്ട് ഞാൻ ഇങ്ങനെ അടുക്കിയേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമ്മുടെ മിച്ചമുള്ള തുണി ഞാൻ മാറ്റി വെച്ചില്ലേ, ആ തുണിയായത്. ആ തുണിയെ 2ആയിട്ട് മടക്കിയിട്ടു. ഏതാ? നമുക്ക് 3 മീറ്റർ തുണിക്കകത്ത് നമ്മൾ 49 ഇഞ്ചിൽ എടുത്തതിൻ്റെ ബാക്കി തുണിയെ 2ആയിട്ട് സ്ലീവ് എടുക്കാൻ വേണ്ടി മടക്കിയിട്ടു. സ്ലീവ് എടുക്കാൻ നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് പറയണ്ടല്ലേ. ഒരു 38ൻ്റെ 4/1 9.5 ഇഞ്ച് ഞാൻ 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ക്യാപ്പ് ഹൈറ്റ് 3.25 എടുക്കുന്നു. അവിടെ നിന്ന് ഒരു വര വരയ്ക്കുന്നു. എൻ്റെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് 8.5 ആ 8.5 വരത്തക്ക രീതിയിൽ നമ്മൾ ഇങ്ങനെ, അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ വീതി കണ്ടിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇറക്കം ഞാനൊരു 16 ഇഞ്ച് എടുക്കുകയാണേ. എനിക്ക് വീതി വേണ്ടത് കൈയുടെ അടിയിൽ വേണ്ട വണ്ണം 5ഉം അവിടെ നിന്നൊരു 1.5 ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുത്തു. ഇനി സ്കെയിലെടുക്കാൻ പോകുന്നില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ അങ്ങ് വരച്ചേ. ഞാൻ ഒരിക്കലും വരയ്ക്കുന്നതല്ല, ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങ് വരച്ചു. നല്ല രാത്രിയാണ് സമയം. ഇനി നമുക്ക് ആ ഫ്രണ്ടും കൂടെ ഒന്ന് കുഴിച്ചോട് വെട്ടിയേക്കാം. ഒരു സ്വല്പം കൂടെ ഇങ്ങനെ ഇറക്കിയെടുത്ത് ഒരു 1/4 ഇഞ്ച് ഇറക്കി ഫ്രണ്ട് ആം ഹോള് കുഴിച്ചു വെട്ടി. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് തുറന്നിട്ടിട്ട് ഫ്രണ്ട് കൈകുഴിയും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ടിങ് സെക്ഷനെല്ലാം തീർന്നു. ഇനി നമ്മുടെ പണി നമ്മൾ അടുക്കി വെച്ചേക്കുന്നില്ലേ, ഞാനൊരു 6 പാനൽ അടുക്കുന്ന കണ്ടു. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ നിങ്ങൾ നിവർത്തിയിട്ട് നല്ല ടേബിളിലെങ്ങാനും തുറന്ന് വെച്ച് അടുക്കണം. ഒരിക്കലും തയ്യൽ മെഷീനിൽ കൊണ്ടുപോയി വെച്ച് അടുക്കിയാൽ ചിലപ്പം നമുക്ക് ഈ ചെരിഞ്ഞിരിക്കുന്നതും നേരെയുള്ളതും തമ്മിൽ അടുക്കാൻ കണ്ടാൽ പാട് വരും. അതുകൊണ്ട് നിങ്ങൾ വെട്ടിയ ടേബിളിലിട്ട് തന്നെ അടുക്കിയിട്ട് കൊണ്ടുപോകണേ. ഇത് കണ്ടോ, ഞാൻ പിൻ കുത്തി വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടോ? അപ്പോൾ എനിക്കിനി സംശയിക്കേണ്ട. എല്ലാം നമ്മൾ ഏതാണ്ടൊരു 1/4 ഇഞ്ചിനും 1/2 ഇഞ്ചിനും ഇടയ്ക്കൊരു ഗ്യാപ്പിട്ട് നമുക്ക് ഫുള്ള് 2 പ്രാവശ്യം തയ്ക്കാം. ഓരോ പീസും തമ്മിൽ ചേർത്ത് 2 പ്രാവശ്യം വെച്ച് അടിച്ചെടുക്കാം. നിങ്ങൾ കണ്ടോട്ടെന്നോർത്തുണ്ടോ ഇത്രയും മാത്രം ഞാൻ കാണിക്കുന്നത്. ഫുള്ള് ഞാൻ കാണിക്കുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ. ബാക്കി നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നമ്മൾ സാധാരണ ചുരിദാർ വെട്ടുന്ന പോലെ തന്നെയാണേ. ഇത്രയും മനസ്സിലായില്ലേ? ഒന്നുകൂടെ അടിക്കുക. നമ്മൾ 1 അടിച്ചതാണ്, അതിൻ്റെ പുറത്തൂടെ നമ്മൾ ഒന്നുകൂടെ അടിക്കുന്നു. സത്യത്തിലുണ്ടല്ലോ, ഞാൻ ഇതിനടിയിൽ ലൈനിങ് വെക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. പിള്ളേർ വന്നു, അതിൻ്റെ കൂട്ടത്തിൽ വേറെ ആൾക്കാർ, ഒരു സമാധാനം തന്നില്ല. നമുക്ക് തയ്ക്കുമ്പോഴാണെങ്കിലും നല്ലപോലെ ക്ഷമയും സാവകാശമൊക്കെ കിട്ടണം, എന്നാലേ നമുക്ക് നമ്മുടെ ഡ്രസ്സ് വൃത്തിയാകത്തുള്ളൂ, സമയമൊക്കെ കിട്ടത്തുള്ളൂ ഇല്ലേ. അങ്ങനെ ഈ 2 പീസ് മാത്രം കൂട്ടി അടിച്ചത് നിങ്ങൾ കണ്ടല്ലോ, കണ്ടോ? അടുത്ത 2 പീസ് തമ്മിൽ കണ്ടോ നിങ്ങൾ? ഇപ്പം നമ്മൾ തയ്ച്ച പീസും അടുത്ത പീസും തമ്മിൽ എപ്പോഴും ഇത് മാറി പോകാതെ ശ്രദ്ധിക്കണേ. സൈഡ് വശം ശരിയാണോ നോക്കണം, ഫ്രണ്ടും ബാക്കി ശരിയാണോ നോക്കണം. അങ്ങനെ വേണം നിങ്ങൾ തയ്ച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ഇതൂടെ ഫിനിഷ് ചെയ്യാം.
ഞാനിത് പറഞ്ഞപ്പോഴാണ് ഓർത്ത്, ഞാനേ ഇന്നൊരു കമൻറ്റ്, പഴയ വീഡിയോയ്ക്ക് ഇന്നൊരു കമൻറ്റ് വന്നേ, കഥ കേൾക്കാൻ ഇവിടെ സമയമില്ല, വേണ്ടത് മാത്രം പറയുക, ഇവിടെ കഥ കേൾക്കാൻ സമയമില്ല. ഒരാൾ എഴുതിയേക്കുന്നത് സ്വർണ്ണാമൻ എന്നോ അങ്ങാണ്ടാണ് അതിൻ്റെ പേരെഴുതിയേക്കുന്നത്. എനിക്കിത് കണ്ടപ്പം ദേഷ്യം വന്നു. അപ്പോൾ ഇതെന്നതാ ഈ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ തിരിച്ചു പോയി നോക്കിയപ്പം അതിന് 1,75,000 പേര് കണ്ടൊരു വീഡിയോ ആയാൽ ഏതാണ്ട് 2,500 പേർക്ക് മേളിൽ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. എങ്ങനെ അറിയോ, സ്ലീവ് വെട്ടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് നേരത്തെ ഇട്ട ഒരു വീഡിയോ ആയാൽ. അതിൽ ഞാൻ ഈ തയ്യൽ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ ഉണ്ടായ കാരണം, ഞാൻ ഇട്ടിരുന്ന ചുരിദാർ തയ്ച്ച് കഴിഞ്ഞെങ്ങാണ്ട അങ്ങനെ എനിക്ക് തോന്നിയത്. ആ കാര്യം പറഞ്ഞാൽ ഒരാൾ എഴുതിയതാണ്, ഇവിടെ കഥ കേൾക്കാൻ നേരമില്ല, നിങ്ങൾ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. ഞാൻ എഴുതിയ നിങ്ങളോട് ഏതാണ്ട് ഞാൻ എഴുതി. എന്നിട്ട് ഞാൻ പിള്ളേരോട് പറഞ്ഞപ്പോൾ എൻ്റെ മക്കൾ എന്നോട് പറയുകയാണേ, അമ്മ അങ്ങനെ ഒരിക്കലും പറയരുത്, അയ്യോ അങ്ങനെ പറയരുത്, അമ്മയ്ക്ക് അങ്ങനെ അമ്മയോട് ആരും പറയാറില്ലല്ലോ, എല്ലാവർക്കും എന്ത് സ്നേഹം അമ്മയോട്, അമ്മ അങ്ങനെ പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടം തോന്നി, ഒന്നും പറയണ്ടാന്ന്. ഞാൻ പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും കഥയായിപ്പോയില്ലേ. തയ്യൽ കഴിഞ്ഞു, 2 പാനലും ഞാൻ തയ്ച്ച് കഴിഞ്ഞ്, 2 പാനലും തയ്ച്ചിട്ട് വേണ്ട അതിനെ 2നെയും മടക്കി വീണ്ടും ടേബിളിൽ കൊണ്ടുവന്ന് വിരിച്ചിട്ടേക്കുക. നിങ്ങൾ കണ്ടല്ലോ, 2ൻ്റെ ഫ്രണ്ട് വശം, ഫ്രണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ നടുക്കത്തെ തയ്യൽ ഒരുപോലെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് പറ്റുമെങ്കിൽ പിൻകുത്തി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇനി അളവെടുക്കുമ്പോൾ മാറിപ്പോവും. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ വിരിച്ചിട്ടു. കണ്ടോ, ഞാൻ വെട്ടി തയ്ച്ചിട്ട് അവിടെ ചെറിയൊരു ഏറ്റക്കുറച്ചിൽ വന്നേക്കുന്നത് കണ്ടോ, അങ്ങനെ വരല്ലേ ശരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 3.25 അടയാളപ്പെടുത്തി, ഫ്രണ്ട് നെക്ക് 6.5 അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ സ്കെയിൽ വെച്ച് വരച്ച് നമുക്കൊരു ഷേപ്പ് കൊടുക്കാം. ഞാൻ ഇവിടെ ഇത് റഫായിട്ട് വരയ്ക്കുക കേട്ടോ. ഞാനിങ്ങനെ വരയ്ക്കുന്ന ആളല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം ഫ്രണ്ടിൽ ഞാൻ ക്യാൻവാസ് വെച്ച് നെക്ക് തയ്ക്കത്തുള്ളൂ, അപ്പം കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വരച്ചതേ ഉള്ളൂ. നമുക്ക് ഇത് എടുക്കാൻ പോവാം. ഷോൾഡർ എടുക്കുമ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ഞാൻ ആ കൈ തൊട്ടേക്കുന്നിടം കണ്ടോ, കൂട്ടി അടിച്ചേക്കുന്ന പാട് വിട്ടിട്ടേ നമ്മളൊരു 7 ഇഞ്ച് എടുക്കാവൂ. അവിടുന്ന് താഴേക്ക് ഹോൾ റൗണ്ട് 7.5 എടുത്തു, 7ഉം 7.5 എടുത്തു. നമുക്ക് എന്നിട്ട് ഇവിടെയും നമുക്കൊരു ലൈൻ വരയ്ക്കാം. തയ്ച്ച് വെച്ചേക്കുന്നതുകൊണ്ടേ ഇത് പാടാണ്. നമ്മൾ സാധാരണ നല്ല തുണി നമുക്ക് നേരിട്ട് വെട്ടുന്നതിനേക്കാൾ ഇച്ചിരി മെനക്കേടുണ്ട്. ഇനിയും എനിക്ക് വേണ്ട ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 10.25. ആ 10.25 അടയാളപ്പെടുത്തി, ബാക്കി കണ്ടോ കീറി ഇറങ്ങിയൊക്കെ നിൽക്കുക, സാരമില്ല, ഇത് മതി ഇല്ലേ. 1.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഹോളും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാതെ ഒന്ന് കാണിച്ചേക്കാം. കണ്ടല്ലോ, ഹോളും വെട്ടി. സ്ലോപ്പ് കൊടുക്കണ്ടേ, അവിടെ ഒരു 1/2 ഇഞ്ച് മറക്കല്ലേ, സ്ലോപ്പും നമുക്ക് കൊടുക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ ചുരിദാർ വെട്ടുന്ന പോലെ തന്നെ വെട്ടണം. ഞാനിനി ഷേപ്പ് ഒന്നും വരച്ചില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഷേപ്പ് 15 ഇഞ്ച് വരുന്നിടത്ത് നമ്മുടെ ഈ ബാക്ക് പാർട്ടും കൂടെ ഒന്ന് പ്രത്യേകം കഴുത്ത് അടയാളപ്പെടുത്തുകയാണെ. ബാക്ക് പാർട്ടിലും നമ്മൾ 3.25 ഇഞ്ചും 5 ഇഞ്ച് ഇറക്കവും വെച്ചിട്ട് ഞാൻ റൗണ്ടിൽ വെച്ച് ഇത് ഞാൻ വെട്ടിയെടുക്കും. വെട്ടിയെടുത്തിട്ട് എന്ത് ചെയ്യും, ഒരു പീസ് വെച്ച് അടിക്കതേ ഉള്ളൂ കേട്ടോ. നമുക്കിനി ഇത് ഫ്രണ്ട് ഭാഗമല്ലേ, അപ്പം നമുക്ക് ഫ്രണ്ട് ഹോൾ ഇച്ചിട്ട് കുഴിച്ച് വെട്ടണ്ടേ. ഇതിനൊരു അര മിച്ചം വരത്തക്ക രീതിയിൽ ഈ ഫ്രണ്ട് ഹോളൊന്ന് കുഴിച്ചുകൂടെ നമുക്ക് വെട്ടിയേക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നു. ബാക്കി കാണിക്കുന്നില്ല കേട്ടോ. സംഗതി മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇതിന് ശേഷം നമ്മൾ സാധാരണ ചുരിദാർ തയ്ക്കുന്ന പോലെ തന്നെ അടിയൊന്ന് നോക്കിക്കേ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് എത്ര നമ്മൾ തയ്ച്ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവിടം നമുക്ക് ഒരുപോലെ കിട്ടത്തില്ല. കയറി ഇറങ്ങി തന്നെ കിട്ടും. ഇത് സീറ്റില്ലാത്തതായതുകൊണ്ട് ഈ എൻഡിൽ നിന്ന് 1.5 ഇഞ്ച് മുകളിൽ നിന്ന് നമുക്കിങ്ങനെ ഷേപ്പിൽ നമുക്ക് വെട്ടിക്കളയണം. വേണ്ട 12 പാനൽ വൃത്തിയുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നു. നിങ്ങൾക്ക് വേണ്ടി വേണ്ടേ തയ്ച്ചു നോക്കിക്കോ, ഇഷ്ടപ്പെട്ടോ നോക്കിക്കോ. നമുക്ക് നമ്മളെപ്പോലെ പ്രായമുള്ളവർക്ക് ഇതൊക്കെ പറ്റുമോ ചേരുമോ അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ തയ്ച്ചു, എനിക്കിഷ്ടപ്പെട്ടു. എനിക്കൊന്നും സാധാരണ ചുരിദാറിനേക്കാളും ഭംഗിയാന്ന് തോന്നുന്നു. സ്ലിറ്റ് വേണ്ട, ലൈൻ മോഡൽ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ രീതിയിൽ തയ്ക്കാം. കൊച്ചുപിള്ളേർക്ക് തന്നെയല്ല, നമുക്കും തയ്ക്കാം, നമുക്ക് ഇടുകയും ചെയ്യാം. ഇട്ട് നോക്കുക. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുകയും. ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല കേട്ടോ, പക്ഷേ ഇതൊരു നല്ലൊരു കോട്ടൺ
മെറ്റീരിയലാണ്. മീറ്ററിന് 300 രൂപയ്ക്ക് മേളിലായി. കാണാൻ ഭംഗിയില്ലായിരിക്കും അല്ലേ, പക്ഷേ എനിക്കത് ഇഷ്ടം പോലെ ഇഷ്ടമാണെന്ന് തോന്നിയിട്ട് ഞാൻ ഇത്രയും ഇച്ചിരി ലൂസിലാണ് കൈ ഇത്രയും എടുത്ത് തയ്ച്ചിരിക്കുന്നത്. ബാക്ക് ഭാഗത്തൂടെ കാണിക്കാവേ. ചേരുന്നുണ്ടോ? അപ്പോൾ താങ്ക് യു.